പെരിയാറിൽ മത്സ്യം കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള ഫിഷറീസ് റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. മത്സ്യത്തിന്റെ ഗുണനിലവാരവും അളവും അനുസരിച്ചാണ് തുക കണക്കാക്കുന്നത്. സബ് കളക്ടർ ഇന്ന് പ്രശ്നബാധിത മേഖലകളിലെത്തി മൊഴിയെടുക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുകയാണ് എറണാകുളത്ത് നിന്ന്. ഡാനി, ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു. വലിയ പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നതും കണ്ടു. ഈ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറയുമ്പോൾ എന്താണ് കർഷകരുടെ പ്രതികരണം ഈ വിഷയത്തിൽ? അവർ തൃപ്തരാണോ? ആര്യ, കർഷകർ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്നു. കർഷകർ മാത്രമല്ല, ഈ വിഷയത്തിൽ ഇടപെട്ട മുഴുവൻ പേരും ആവശ്യപ്പെടുന്നത് ഈ മത്സ്യക്കുരുതി നടന്നു, പെരിയാറിൽ മത്സ്യക്കുരുതി നടന്നതിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ അവിടെ കൂട് കൃഷി നടത്തി ഉപജീവനം നടത്തിയിരുന്ന മത്സ്യ കർഷകരുണ്ട്. അത് 150-ലധികം വരുന്ന മത്സ്യ കർഷകരുണ്ട്, അവരുടെ സംഘങ്ങളുണ്ട്. ഇവർക്ക് എന്താണ് അവർക്ക് പരിഹാരമാകുന്ന രീതിയിൽ? കാരണം അവരുടെ വളർത്തിയിരുന്ന ഉപജീവന മാർഗമായ മത്സ്യം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, അടുത്ത കുറേ നാളത്തേക്ക് അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. പലരും തന്നെ വായ്പയെടുത്തും എല്ലാമാണ്, കടം വാങ്ങിച്ചും എല്ലാമാണ് ഈ മത്സ്യകൃഷി നടത്തിയിരുന്നത്, കൂട് കൃഷി നടത്തിയിരുന്നത്. പെരിയാറിൽ കൂടുകൾ ഉണ്ടാക്കി അതിനകത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടാണ് കൂട് കൃഷി നടത്തുന്നത്. പാകമെത്തിയ മത്സ്യങ്ങൾ പോലും ഇത് ചത്തു പൊങ്ങുന്നൊരവസ്ഥ അത്യന്തം ദയനീയമായൊരു കാഴ്ചയായിരുന്നു. പലരും ഇതിൽ തങ്ങളിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നത്. അതിൽ ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഒരു നഷ്ടത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് തന്നെയായിരിക്കും നഷ്ടപരിഹാരത്തിനുള്ളൊരു ശുപാർശ എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക. ഫിഷറീസ് വകുപ്പും ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി സബ് കളക്ടർ ഇത് സംബന്ധിച്ച കർഷകരിൽ നിന്ന് നേരിട്ട് മൊഴിയെടുത്ത് എന്താണ് അവരുടെ നഷ്ടം, എത്രത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ അവിടെ നിക്ഷേപിച്ചിരുന്നു എന്നതിൻ്റെ ഒരു വിശദാംശങ്ങൾ, അത്തരം കാര്യങ്ങളും കണക്കുകളും എല്ലാം കൃത്യമാണ്. അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു വളർച്ചയുടെ പ്രായം അത് കൂടി കണക്കിലെടുത്ത് എത്രത്തോളം നഷ്ടമാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അത് സർക്കാരിന് ആ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനനുസരിച്ചായിരിക്കും ഈ സമാശ്വാസ തുക ഇവർക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പി രാജീവിൻ്റെ അധ്യക്ഷതയിൽ അവിടെ വിപുലമായ രീതിയിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും ഇത്തരം കാര്യങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് അർഹമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് സർക്കാർ നീങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. അന്ന് ദുരന്തം ഉണ്ടാകുമ്പോൾ തന്നെയും പിറ്റേന്ന് തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ നടപടികൾ എല്ലാം തന്നെ പൂർത്തി. ഇനി കർഷകരിൽ നിന്ന് നേരിട്ട് ഇവർക്ക് എന്താണ്, എത്രത്തോളം കൃഷി നാശമുണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇനി ഒരിക്കൽ ഈ ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നതിനൊപ്പം ഈ പെരിയാറിലെ വിഷാംശം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു പഠനങ്ങളും നടത്തുന്നുണ്ട്. ഈ റിപ്പോർട്ട് കൂടി ഫിഷറീസ് വകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് കൂടി വരും ദിവസങ്ങളിൽ സർക്കാരിന് സമർപ്പിക്കും. എങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു കണക്കുകൾ പൂർണ്ണമാവുകയുള്ളൂ. കാരണം എത്രത്തോളം കാലം ഇവർക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു അവസ്ഥയില്ല. മീനുകളുടെ ഒരു ആവാസ വ്യവസ്ഥ, അതിന് ജലജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥ അടക്കം രാസമാലിന്യം മൂലം നഷ്ടമായിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെ എത്ര നാൾ കൂടി ഒരു പഴയ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ പെരിയാറിന് കഴിയും എന്ന പഠനം കൂടി നടത്തുന്നുണ്ട്. അതുകൂടി സർക്കാരിൻ്റെ മുന്നിലേക്ക് റിപ്പോർട്ടായി എത്തും. അതും ഇതിനൊപ്പം തന്നെ പരിഗണിച്ചായിരിക്കും നടപടികൾ ഉണ്ടാകുക. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.